ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അമ്മ ഭ്രാന്തിയായില്ലേ? ഭ്രാന്തിയോ? അത് ഞാൻ ആലങ്കാരിയായിട്ട് പറഞ്ഞതാ. എന്ന് വെച്ചാ സങ്കടം കൊണ്ട് ഭ്രാന്തിന്റെ വക്കിലെത്തിയെന്ന്. മനസമാധാനം തേടിക്കൂടിയ എന്റെ അമ്മ കടൽ കിടന്ന് ദുബായി പോയത്. നോക്കിക്കോ, ഇനിയിപ്പോ അവര് കാരണം ഇവിടുത്തെ അച്ഛനും ഭ്രാന്താവും. എന്റെ ഈശ്വര, എന്റെ ദേവികടുത്ത് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ വരണേ. അവരെങ്ങോട്ടോ നാട് വിട്ട് പോയ കാര്യമൊന്നും ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല. കാരണമേ, ഇത്തരൊരു വീട്ടിൽ നിന്ന് ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് 10 പേരറിഞ്ഞ അതിന്റെ കുറച്ചില് അമ്മയ്ക്കും കൂടിയല്ലേ. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം, അവരെ കാണാനില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒടുക്കം നമ്മൾ തൂങ്ങും. അത് വേണം. സിദ്ധാർത്ഥൻ ആശുപത്രിയിലാണെന്ന് കേട്ടത് സത്യമാണോ ശരത്തെ? ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നുള്ളത് സത്യമാണ്. ഞാൻ പ്രേമിച്ച് വിളിച്ചായിരുന്നു. അസുഖം പക്ഷെ സത്യമാണെന്ന് കണ്ടറിയാം. വലിയൊരു പ്ലാനിങ് നടന്നിട്ടുണ്ട്. ദേവിയെ കാണാതാവുന്നു, സിദ്ധാർത്ഥൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു. ഇത് അവര് രണ്ടുപേരും ചേർന്നുള്ള കളിയാണെന്നേ. നിത്യമോക്ക് സംഭവിച്ചത് പുറലോകം അറിയാതിരിക്കാൻ. അത് തന്നെ. അച്ഛൻ വന്നല്ലോ. നീ എവിടെയായിരുന്നു മനോഹര? എന്താ? നീ എവിടെ ആയിരുന്നെന്ന്? കടലിൽ കായം കലക്കാൻ പോയതാ. ദേവികയെ കണ്ടോടാ? കണ്ടെങ്കിൽ ഞാൻ എന്റെ കൂടെ കൊണ്ടുവരത്തില്ലേ? പോയതൊക്കെ തിരിച്ചു വരാനാണോ? പോയത് പോട്ടെ, ഇത്രയും കാലം തീറ്റയും വെള്ളവും കൊടുത്തില്ലേ? ഇതാ മനോഹരേട്ടാ കാപ്പി. ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ പുട്ടും കടലേ എടുത്തു വെച്ചിട്ടുണ്ട്. വെളുപ്പിന് തന്നെ എണീറ്റ് ഞാൻ ഉണ്ടാക്കിയതാ. പുട്ടും കടലയും നിന്റെ അപ്പന്റെ കുഴിമാടത്തിൽ കൊണ്ടുവെക്കടി. എന്നെ സൽക്കരിക്കാൻ വന്നിരിക്കുന്നു. ദേവി എവിടെയാന്നുള്ളൊരു ചോദ്യമെങ്കിലും നിന്റെ നാവിന്ന് വന്നോടി. നന്ദി കെട്ടവളെ. നീ ഒരു അമ്മയാണോടി? ആണോ? ഓട്ടെ, നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? ഇത്ര കൊടിയ വേഷമാണെന്ന് നീ എന്ന് തിരിച്ചറിയാൻ എനിക്ക് 3 പതിറ്റാണ്ട് വേണ്ടി വന്നടി. അല്ലേ, വല്ലവളും വേലി ചാടി പോയതിന് ഇവനിവിടെ കിടന്ന് അറുകൊല്ലത്തുള്ളുന്ന എന്തിനാ? നിങ്ങൾ മിണ്ടരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തള്ളയോട്. നില തെറ്റി നിൽക്കുക ഞാൻ. ഈ വീടിനോട് ഞാൻ തീയിടും, കേട്ടല്ലോ? അല്ലച്ചാ, നമുക്ക് പോലീസിലൊരു പരാതി കൊടുക്കണ്ടേ? എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ? അതെന്താന്ന് വെച്ചാ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. അതോർത്ത് നീ ദണ്ഡിക്കണ്ട. ഒരു തുമ്പ് മതി മനോഹരനെ കേസിന്റെ തുമ്പും വാലും കണ്ടുപിടിക്കാൻ.
അത് നെഞ്ചുംകൂടിന്റെ പുറത്തേക്ക് ചേർത്ത് വെച്ചിട്ട് മനോഹരൻ ചോദിക്കും. തത്ത പറയുന്നത് പോലെ ഉത്തരം പറയും. അതേത് മറ്റവനാണെങ്കിലും. ചേടാ, ചരിത്തുമോൻ പറഞ്ഞ പോലെ ഇവന് മുഴുപ്രാന്തായോ? അച്ഛനോട് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. എന്തു പറഞ്ഞാൽ ചാടിക്കടിക്കാൻ പറ്റും. ഇവന്റെ ഈ വൃത്തികെട്ട സ്വഭാവം കൊണ്ടാ അവന് മനസ്സമാധാനം കിട്ടാത്തത്. ആദ്യം സ്വന്തം വീട്ടിലുള്ളവരെ ശത്രുക്കളായി കാണുന്ന സ്വഭാവം അച്ഛൻ അങ്ങ് മാറ്റണം. എന്നിട്ട് യഥാർത്ഥ ശത്രുക്കളെ തിരിച്ചറിയണം. അവനതിനുള്ള കഴിവൊന്നുമില്ല. ഇരുട്ടുമുറിയിലെ കറുത്ത പൂച്ചയെ തപ്പു അമ്മക്കുണൻ. ഉള്ളത് പറയാമല്ലോ, ഇപ്പോ അമ്മയാ അച്ഛന്റെ ഏറ്റവും വലിയ ശത്രു. അതെ, സത്യം. സത്യം. മരുമകളെ അടിച്ചിറക്കണമെന്ന് പണ്ട് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ അച്ചി നായർ ഒറ്റക്കെട്ടല്ലായിരുന്നു. ഇപ്പൊ എന്നെ പറ്റി. എടി, ഇതിനാ പറയുന്നത് ഗുരുത്വം വേണമെന്ന്. ലോകത്തിലെ ഏറ്റവും നല്ലവളായ അമ്മായിയമ്മയ്ക്കുള്ള അവാർഡ് മേടിക്കാനുള്ള വിപ്രതിയായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? സ്വന്തം ജീവിതം തിരികിടതോ? അമ്മയെ വിഷമിപ്പിക്കണ്ട മുത്തശ്ശി. ദേവികയെ അമ്മ വിശ്വസിച്ചു. അത് അമ്മയുടെ മനസ്സിന്റെ നന്മയാ. ഇതോടുകൂടി ആ ശല്യം ഒഴിഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നു. ബോധം ഒഴിഞ്ഞു പോയാ മതിയായിരുന്നു. പാർവതി, മനോഹരനെടുത്ത് വെച്ച പുട്ടെവിടാ? ഡൈനിങ് ടേബിളിൽ ഉണ്ടമ്മേ. ഞാനങ്ങ് കഴിച്ചേക്കാം, ചൂടാറുണ്ട്.